അങ്ങനെ ബഷീർക്ക ഗൾഫ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭാര്യയും മക്കളും കുടുംബവും ഉമ്മയുമെല്ലാം ബഷീർക്ക പോകുന്ന ടെൻഷനുമാണ്. ആരാണ് ബഷീർക്ക എന്നറിയണ്ടേ? നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണമുണ്ടാക്കുന്ന, ഏറ്റവും നല്ല ബിരിയാണി വെക്കുന്ന, ഏറ്റവും നല്ല മന്തി വെക്കുന്ന, ഏറ്റവും നല്ല നെയ്ച്ചോറും ബീഫും വെക്കുന്ന ബഷീർക്ക. ബഷീർക്കാക്ക് ഒഴിവുള്ള അന്നേ ആ നാട്ടിൽ കല്യാണം ഉണ്ടാവുള്ളൂ. കല്യാണ നിശ്ചയത്തിൽ തന്നെ പറയും, ബഷീർക്കാക്ക് ഒഴിവുള്ള അന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. നാട്ടിൽ പഴയ ഒരു ഹോട്ടലിൻ്റെ പേരുണ്ട്. ആ ഹോട്ടലിൽ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ബഷീർക്കാൻ്റെ ബിരിയാണി ഉണ്ട്. അങ്ങനെ ഫേമസ് ഉള്ള ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ബഷീർക്ക തൻ്റെ മകളെ കെട്ടിച്ച് ഒരു വീടൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി, കുറച്ചൊക്കെ കടബാധ്യതയിലും ഒരുപാട് കുറച്ച് ലോണുകളിലും അങ്ങനെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ബഷീർഖാനെ ഗൾഫിൽ കൊണ്ടുപോകണം എന്ന് കരുതി നടക്കുന്ന സുഹൃത്തുണ്ട്. പ്രവാസ ജീവിതത്തിൽ ഹോട്ടൽ വ്യവസായി, ഹോട്ടൽ മേഖലകളിൽ ഒരുപാട് സ്ഥാപനമുള്ള ആൾ. പക്ഷേ അയാൾക്ക് ബഷീർക്കയെ ഇതുവരെ കിട്ടിയിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും പോരുന്നില്ല. ഈ സുഖം അവിടെ കിട്ടുമോ എന്നായിരുന്നു മറുപടി. അങ്ങനെ സാമ്പത്തികമായ പ്രയാസത്തിൽ വന്നപ്പോൾ ബഷീർക്കയും തീരുമാനിച്ചു പോയേക്കാം. അങ്ങനെ ബഷീർക്ക പ്രവാസ ജീവിതത്തിലേക്ക് പോവുക. ഉമ്മയുടെ കരച്ചിലും ഭാര്യയുടെ കരച്ചിലും മക്കളുടെ കരച്ചിലുമായിട്ട് ബഷീർക്ക അങ്ങനെ ജീവിതത്തിലേക്ക് പോയി. നാട്ടിലെത്തി 1 മാസം റൂമിലിരുന്നു. കട തുടങ്ങാൻ കടയിൽ കുറച്ച് പണികളും കടയുടെ ഡെക്കറേഷൻ വർക്കുകളുമായിട്ട് 1 മാസം അതിൻ്റെ പുറകിലായിരുന്നു. നാട്ടിലെ ബഷീർക്കയുടെ സുഹൃത്തും ഹോട്ടൽ വ്യവസായിയുമായ മുതലാളി ബഷീർക്കയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. ബഷീർക്കയെ എല്ലാത്തിനും അഭിപ്രായം ചോദിക്കും. ബഷീർക്കയും കൊണ്ട് നടക്കും. ഇതൊക്കെ സഹിക്കാതെ ഹോട്ടലിൻ്റെ ചെറിയ പാർട്ണർഷിപ്പുള്ള കട നോക്കാൻ ഉത്തരവാദിത്തമേൽപ്പിച്ച മസൂലുകാരനായ മാനേജർ, അയാൾക്കിതൊന്നും സഹിക്കുന്നില്ലായിരുന്നു. ഞാനിവിടെ ഒരാളുണ്ടായിട്ട് എന്നോട് അഭിപ്രായം ചോദിക്കാതെ, എങ്ങനെ ചെയ്യണം ചോദിക്കാതെ, എല്ലാം കടയിലേക്ക് കൊണ്ടുവന്ന പണ്ടാരിയോടാണ് ചോദിക്കുന്നത്. അയാൾക്ക് ബഷീർക്കയോട് ദേഷ്യവുമായി. ബഷീർക്കാക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന ലക്ഷ്യവുമായി. അങ്ങനെയിരിക്കെ കട തുടങ്ങാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് കട തുടങ്ങി. വെള്ളിയാഴ്ച കട തുറക്കാനുള്ള തീരുമാനമായി. ജുമയ്ക്ക് ശേഷം കട തുറക്കാം എന്ന് ബഷീർക്കയോട് മുതലാളി സംസാരിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച വന്നു. കട തുറക്കാൻ മുതലാളി ഉറപ്പിച്ച ദിവസം വന്നു. രാവിലെ എഴുന്നേറ്റ് ബഷീർക്ക ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കടയിലെ ഓഫർ വെച്ചിട്ടുള്ളത് 2 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിക്ക് 10 രൂപ എന്ന നിലയിൽ ഉദ്ഘാടന ദിവസം ഓഫറും വെച്ചു. അങ്ങനെ ബഷീർക്ക രാവിലെ എഴുന്നേറ്റ് ബിരിയാണിയും എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുന്ന തിരക്കിൽ ബീഫ് ബിരിയാണിയും കോഴി ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും മീൻ ബിരിയാണിയുമായിട്ട് പല വിഭാഗം ബിരിയാണികൾ ബഷീർക്ക ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബഷീർക്ക ബിരിയാണിയുടെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ബിരിയാണി അങ്ങ് ദമ്മിടുന്ന തിരക്കിലാണ്. നാട്ടിൽ വിറകടുപ്പിൽ മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്ന ബഷീർക്ക ഗ്യാസിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ബിരിയാണിയൊക്കെ ദമ്മിട്ട് നാട്ടിൽ മുകളിലും താഴെയുമായി കണൽ വാരിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ അണക്കുന്ന ബഷീർക്ക ഇവിടെ ബിരിയാണി ദമ്മിട്ട് ഗ്യാസ് പതിയെ അങ്ങ് കുറച്ച് വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് ബഷീർക്ക ഗ്യാസ് ഓഫാകാൻ ചെല്ലുന്ന സമയം കട നടത്തിപ്പുകാരൻ മസൂലുകാരൻ ബഷീർക്കയുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കിയാൽ കട തുറക്കുമ്പോൾ ബിരിയാണി ചൂടുണ്ടാവില്ല. കട തുറക്കുന്ന അന്ന് തന്നെ ആളുകൾക്ക് തണുത്തത് കൊടുക്കണോ എന്ന ചോദ്യവുമായി അയാൾ വന്നു. ബഷീർക്ക അയാളോട് പറഞ്ഞു, ഇപ്പോൾ ഓഫാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആകുകയുള്ളൂ. ഇതിനയാൾ പറഞ്ഞ മറുപടി, നീ എന്നെ പഠിപ്പിക്കേണ്ട, ഞാൻ കുറച്ച് കാലമായി ഇതൊക്കെ നോക്കി നടത്താൻ തുടങ്ങിയിട്ട്.
ബഷീർക്ക് അയാളോട് മറുപടിയൊന്നും പറയാതെ ഗ്യാസ് ഒന്ന് പതിയെ കുറച്ചിട്ട് ബഷീർക്ക് പള്ളിയിലേക്ക് പോയി. ഗ്യാസ് ഓഫാക്കാതിരുന്നതിൻ്റെ ടെൻഷൻ ബഷീർക്കയുടെ ഉള്ളിലുണ്ട്. പള്ളിയിൽ നിസ്കാരത്തിൻ്റെ ടൈമിലും ജുമയുടെ ടൈമിലും ബഷീർക്കയുടെ ഉള്ളിൽ കിടന്ന് പിടഞ്ഞിരുന്നത് ഗ്യാസായിരുന്നു. അങ്ങനെ ബഷീർക്ക ജുമ കഴിഞ്ഞ് വേഗം ഓടി വന്ന് ഗ്യാസ് അങ്ങ് ഓഫാക്കി. മുതലാളിയും കടയുടെ സ്പോൺസറും കൂടി കട തുറന്ന് ഉദ്ഘാടനം ചെയ്ത് കട അങ്ങ് ഓപ്പണാക്കി. കടയിൽ ജനങ്ങളുടെ തിരക്ക. 10 രൂപയുമായി ആളുകൾ ക്യൂ നിൽക്കുക ബിരിയാണിക്ക്. മുതലാളി വന്നു, ബഷീറെ തുറക്കടാൻ്റെ ബിരിയാണി. ബഷീർക്കയുടെ ഉള്ളിൽ പടച്ചില. ബഷീർക്ക അങ്ങ് ദമ്മങ്ങ് പൊട്ടിച്ചപ്പോഴേക്കും ബിരിയാണി കരിഞ്ഞ വാസന പൊന്തി. അടിയിൽ പിടിച്ച വാസന പൊന്തി ബഷീർക്കയുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു വേദന പാഞ്ഞു കയറി. അടുത്തുനിന്ന് മസൂലുകാരൻ നടത്തിപ്പുകാരൻ ഉള്ളിൽ ചിരിക്കുകയും ഇപ്പുറത്ത് ബഷീർക്ക ഉള്ളിൽ പിടയുകയും നെഞ്ചിൻ്റെ ഉള്ളിലൂടെ ഒരു വേദന അങ്ങ് കയറുകയും ബഷീർക്ക ബോധസ്ഥനായി വീണു. തിരിഞ്ഞു നോക്കി ബഷീറിനെ അങ്ങ് നോക്കിയപ്പോൾ ബഷീർ ബോധസ്ഥനായി നിലത്ത് കിടക്കുന്നു. ബിരിയാണിയിൽ നല്ല ഉള്ളിൽ മുതലാളിയുടെ എൻ്റെ ബഷീറിനെയും വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വഴി ബഷീർക്കയുടെ ഉള്ളിൽ നിന്ന് വീണ്ടും വേദന പൊന്തി ബഷീർക്ക അങ്ങ് അറ്റാക്കായി മരണപ്പെട്ടു. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടറെ അടുത്ത് നിന്ന് മുതലാളിയോടും ഡോക്ടർ പറഞ്ഞു, അത്രേ ഇയാൾ മരണപ്പെട്ടിട്ടുണ്ട്, കൊണ്ടുപോയിക്കോളൂ. നമുക്കറിയാത്ത ഫീൽഡുകളിൽ അഭിപ്രായം പറയാനും പ്രവാസ ലോകത്ത് ആകെയുള്ള ചില ബുദ്ധിമുട്ടുകളിൽ ഒരു ബുദ്ധിമുട്ടാണ് മേലുള്ളവർ താഴെയുള്ളവരെ ഭരിക്കും. തനിക്കറിയാത്തതാണെങ്കിലും പൊസിഷനിൽ മുകളിലാണെങ്കിൽ തനിക്ക് താഴെയുള്ളവരെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാനും തൻ്റെ കാൽ കീഴിലാക്കാനും നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് പ്രവാസ ജീവിതത്തിൽ. തൊഴിൽ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് ശമ്പളം വാങ്ങുന്ന ചില ആളുകൾ. നിങ്ങളെ മക്കളെ തീറ്റിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തിയ പണം കൊണ്ടാണ്. അവരും അവരുടെ മക്കളെ പോറ്റാനും താഴ്ന്നതട്ടിൽ ജോലി ചെയ്യുന്നതും പാത്രം കഴുകുന്നവരും ക്ലീനിങ് ജോലി ചെയ്യുന്നതും വേസ്റ്റ് പൊറുക്കുന്നവരും ഹെൽപ്പർ പണിയെടുക്കുന്നവരൊക്കെ കുടുംബം പോറ്റാനാണ്. മുകളിലുള്ള ജോലിക്കാർ തന്നെ ഉയർന്ന പൊസിഷനിലുള്ളവർ ഇവരെ വേദനിപ്പിക്കുന്നതും കണ്ണീർ കുടിപ്പിക്കുന്നതും ഒക്കെ നിങ്ങളെ കുടുംബവും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അവരെ വേദനിപ്പിച്ചിട്ട് കണ്ണീർ വീഴ്ത്തിയിട്ടാണ് നിങ്ങളെ കുടുംബം പോറ്റുന്നത്. അവരുടെ ഉള്ളിൽ പിടയുന്ന വേദന, നാട്ടിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പുറമെ നിങ്ങൾ ഇവിടെയും പ്രവാസ ജീവിതത്തിൽ നൽകുന്ന ബുദ്ധിമുട്ടുകൾ അവരെ ഇതുപോലുള്ള അറ്റാക്കുകളിലും ഹൃദയമിടിപ്പിലും കൊണ്ട് എത്തിക്കുന്നതാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ്. അവരുടെ സന്തോഷം കണ്ടിട്ട് സന്തോഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരുടെ സന്തോഷം കണ്ടിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കണം എന്ന ലക്ഷ്യവുമായിട്ട് ആരും നടക്കരുത്. പ്രവാസം ഒരു പ്രയാസം തന്നെയാണ്.